പോർക്ക് വിന്താലുമാണ്. മുരിങ്ങയുടെ അകത്തെ തൊലിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പോർക്ക് വിന്താൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ പോർക്കാണ് എടുത്ത് വെച്ചേക്കുന്നത്. 2 ഇഞ്ച് കനത്തിലാണ് പോർക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണം. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ വേണം. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ 1 മണിക്കൂർ ഇത് പരട്ടി വെക്കണം. മീഡിയം ഹൈ ഫ്ലെയിമിൽ 4 വിസിലാണ് കൊടുക്കേണ്ടത്. ഇറച്ചി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനകത്തുള്ള ഫാറ്റ് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ്. പോർക്ക് ബെല്ലി നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും. അത് മാത്രമല്ല, നമ്മൾ പോർക്ക് വേവിച്ച ശേഷം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് എടുത്ത് കളയാൻ എളുപ്പമായിരിക്കും. പോർക്ക് വിന്താലിന് അരപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ട് 1 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, അതായത് 1 ഇഞ്ച് കനത്തിലുള്ള പട്ട, അത് ഞാൻ കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. ജാതിപത്രി, അതായത് മെയ്സ്, അതൊരു 1-2 നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരുന്നത് കരയാമ്പ് ഒരു 5-6 എടുത്ത് വെക്കാം. ഏലക്ക 3 പിന്നെ നമുക്ക് വേണ്ടതായിട്ട് മുരിങ്ങയുടെ തൊലിയാണ്. മുരിങ്ങയുടെ തൊലി ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഏഷ്യൻ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഗലാങ്കൽ വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. പിന്നെ കുരുമുളക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ആവാം, നിങ്ങളുടെ എരിവ് ആവശ്യാനുസരണം. അതുപോലെ തന്നെ ഇത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ആവാം. നല്ല എരിവ് വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്ലിറ്റ് മസ്റ്റർഡ് സീഡ്സ് ആണ്. സ്പ്ലിറ്റ് മസ്റ്റർഡ് സീഡ്സ് എന്ന് വെച്ചാൽ കടുക് പരിപ്പാണ്. ഇത് നമുക്ക് അരയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ പണ്ട് നാട്ടിൽ അമ്മിക്കല്ല് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അമ്മിക്കല്ലിൽ അരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനീഗർ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പോർക്ക് വിന്താലും കാശാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് മതിയാവും, കാരണം ഓൾറെഡി പോർക്കിൻ്റെ ഫാറ്റ് ഊറി വരുന്നതുകൊണ്ടാണ്. 1 തണ്ട് കറിവേപ്പില. നമുക്ക് ഉപ്പ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. എണ്ണ ഒഴിച്ച ശേഷം കാച്ചാനായിട്ട് നമുക്ക് പൊട്ടിക്കാനായിട്ടുള്ള കടുക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പോർക്ക് വിന്താലിന് അരപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ചെറിയൊരു മിക്സി ജാറിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ അരയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അരയ്ക്കണമായിരിക്കും കുറച്ചും കൂടിയും ടേസ്റ്റിയായിട്ട് വരണേ. ഇതിന് നമുക്ക് അരയ്ക്കാനായിട്ടുള്ള നമ്മൾ അത്യാവശ്യം ഒരു വിനീഗർ, നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ വിനീഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആപ്പിൾ സൈഡറാണ്. നമുക്കിവിടെ അരപ്പ് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ മസാലയ്ക്കകത്തേക്ക് ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിത്തീർന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരച്ചു വെച്ചേക്കുന്ന മസാല ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജാറിനകത്ത് പറ്റി പിടിച്ച മസാല വടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെറിയ തിള വന്നു തുടങ്ങി ഈ സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബീഫ് വിന്താലും ഉണ്ടാക്കാവുന്നതാണ്. 15 മിനിറ്റ് ഞാൻ സിമ്മറിലാണ് ഇതിനെ ഞാനൊന്ന് വേവിച്ച് വെച്ചത്. അരപ്പൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇത് ഒരു 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കും, കാരണം ഇത് ഇരിക്കും തോറും ഈ പോർക്ക് വിന്താലിന് ടേസ്റ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. പോർക്ക് വിന്താലോട് തയ്യാറാക്കിയിട്ടുണ്ട്. 1 മാസം വരെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പോർക്ക് വിന്താലിന് വേണ്ട മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുരിങ്ങയുടെ അകത്തെ തൊലിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അകത്തെ തൊലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മറ്റുള്ള ബാക്കിയുള്ള ഐറ്റംസ് വെച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വേറൊരു കാര്യം, നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളോ താമസിക്കുന്നതെങ്കിൽ പോലും നമുക്കറിയാം, ചിലവരുടെയൊക്കെ വീട്ടിൽ ഈ പറഞ്ഞ മുരിങ്ങാമരം ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിച്ച് വാങ്ങിയിട്ട് ഈ അകത്തെ തൊലി വെച്ചിട്ടും ഈ വിന്താലും ഉണ്ടാക്കാവുന്നതാണ്. പോർക്ക് വിന്താലും അതുപോലെ ബീഫ് വിന്താലും ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന കടുക് പരിപ്പും അതുപോലെ മുരിങ്ങയുടെ അകത്തെ കാമ്പും ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. പോർക്ക് വിന്താലും നിങ്ങൾക്ക് ഗലാങ്കൽ, അതായത് ഇഞ്ചിയുടെ വേറൊരു മൂത്ത ഇനം എന്ന് നമുക്ക് പറയാം. കുറച്ചുകൂടി സ്ട്രോങ് ഫ്ലേവർ കൊടുക്കുന്ന ഒന്നാണ് ഗലാങ്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഏഷ്യൻ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഗലാങ്കലാണ്, ഇത് ഇഞ്ചിയാണ്. നമുക്കറിയാം ഇഞ്ചി കുറച്ചും കൂടിയും സോഫ്റ്റ് ആൻഡ് ഒരു പെപ്പറി ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിനേക്കാളും ഒരു 5 മടങ്ങ് സ്ട്രോങ് ഫ്ലേവർ തരുന്നതാണ് ഗലാങ്കൽ. പോർക്ക് വിന്താൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തെങ്കിൽ പോർക്ക് ബെല്ലി ഫാറ്റാണ്. നമുക്കറിയാം, നമ്മൾ കറി അല്ലെങ്കിൽ റോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോഴും പോർക്ക് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ പീസസാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം വിന്താലിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് കനത്തിൽ ഉള്ള വലിയ പീസസാണ് നമ്മൾ വിന്താലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. Thank you so much for watching Curries and Stories. Keep watching. Bye-bye.